എല്ലാവർക്കും ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രയംഫ് റിവ്യൂ ചെയ്ത സെയിം സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്നുള്ളത്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന ആളും അത്രയും ഫേമസ് ആയതുകൊണ്ട് നമ്മൾ ഈ സ്പോട്ട് തന്നെ നമ്മൾ സെലക്ട് ചെയ്തു. ഇനി റിവ്യൂ ചെയ്യാൻ പോകുന്ന മുതൽ ഏതാണെന്നല്ലേ കാണിച്ചു തരാം. മനസ്സിലായ? ഈ ലൊക്കേഷനിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ട്രയംഫ് T4 റിവ്യൂ ചെയ്യാനായിട്ട് കൊണ്ടുവന്നത്. ഞാൻ ഈ ലൊക്കേഷൻ തന്നെയാണ് നമ്മുടെ ഈ മോഡലിനെ റിവ്യൂ ചെയ്യാനായിട്ട് ഞാൻ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം ദ ഓൾ ന്യൂ ഹാർലി ഡേവിഡ്സൺ H440. ആദ്യം ഞാൻ വണ്ടീനെ കുറിച്ച് തന്നെ മെയിനായിട്ടും പറയാം. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഒരു ഹാർലി ഡേവിഡ്സൺ ബൈക്ക് ഓടിക്കുക എന്നുള്ളത്. അത് ഇന്ന് ഏതായാലും സാധിച്ചു. താങ്ക്സ് ടു നമ്മുടെ ആലുവയിലെ ഹീറോ മോട്ടോഴ്സാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മാവറിക് 440 നമ്മൾ റിവ്യൂ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ മെയിൻ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്. അതായത് ഹാർലി ഡേവിഡ്സൺ എന്ന് പറയുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് കയറിയ ഒരു ബ്രാൻഡാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡാണ് ഹാർലി ഡേവിഡ്സൺ H440. ഞാനിപ്പോൾ ഈ റിവ്യൂ എടുക്കുന്നത് ഈ വണ്ടി ഓടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ ആദ്യം നമ്മുടെ പഴയ നമ്മുടെ ഹാർലി ബൈക്സൊക്കെ നമുക്കറിയാം. നമ്മൾ ഹാർലി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വന്ന മെയിൻ എന്ന് പറയുന്നത് ആ ശബ്ദമാണ്. ആ ഒരു ഇടിമുഴക്കം ശബ്ദമാണ്. ആ ബൈക്ക് എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്ക് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം അതൊരു ഹാർലിയാണോ വന്നതെന്ന്. നമുക്ക് ആ ശബ്ദത്തിനാണ് ഈ വണ്ടിക്ക് 100 എന്ന് പറയുക ഔട്ട് ഓഫ് 100ൽ ഫുൾ മാർക്കും ഞാൻ കൊടുക്കുന്നത് ഈ ഹാർലി ഒറ്റ ഇതും കൊണ്ടാണ്. ഇതെൻ്റെ സൗണ്ട് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട വേറൊരു സൗണ്ട് എന്ന് പറയണതേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ വണ്ടി ഞാൻ ആദ്യം കയറിയിരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കുറച്ചൊന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴേയും വണ്ടി എന്താ പറയുക ഒരു ആക്രമം എന്ന് പറഞ്ഞാൽ ആക്രമം വണ്ടി തന്നെയാണ്. വണ്ടിയുടെ ശബ്ദവും വണ്ടിയുടെ ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വെട്ടിക്കെട്ട് മേളാണ്. പിന്നെ ഒന്നും പറയാനില്ല. ഈ സൈലൻസറിൽ നിന്ന് വരുന്നൊരു സിംഫണി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത്രയും സാധനങ്ങളാണ് ഈ വണ്ടി ഉണ്ടാക്കുന്നത് പറയണത്. ഹാർലി ഡേവിഡ്സനെ ഒരു പുലിക്കുട്ടിയായിട്ട് മാറ്റണത് ഒരൊറ്റ സൈലൻസറാണ്. നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു അവസരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു ദിവസം ഇതുപോലൊരു വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു സമയം നിങ്ങൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും ഹാർലി ഡേവിഡ്സൺ അല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ ബൈക്സിൻ്റെ ഇപ്പോൾ ഇതാണ് ഏറ്റവും അവരുടെ ബിഗിനേഴ്സ് ലിസ്റ്റിലുള്ളത്. ഈ വണ്ടി മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കണം. ഈ വണ്ടി ഓടിച്ച ഒരാൾക്കേ അതിൻ്റെ ഒരു സിംഫണി മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എത്രത്തോളം ഇതാണെന്ന് ഓടിച്ച ആൾക്കാണ് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ. പിന്നെ എനിക്ക് ഹാർലി ഡേവിഡ്സൺ എന്താ പറയുക എൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ഡ്രീം ബൈക്കായിരുന്നു. എനിക്ക് ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് റൈഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഇന്നാണ് ഇപ്പോൾ അത് സാധ്യമായത്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സും നീ എന്താണ് ഒരു ഹാർലി ഡേവിഡ്സൺ റിവ്യൂ ചെയ്യാതെ അല്ലെങ്കിൽ ഹാർലിയുടെ ഷോറൂം എന്താ വിസിറ്റ് ചെയ്യാത്തതെന്ന് കുറേ നാളായി ചോദിക്കാനും തുടങ്ങിയിട്ട്. പിന്നെ അവർക്കും ഇതുവരെയായിട്ടും ഹാർലി ഡേവിഡ്സനെ കുറിച്ച് എന്താ പറയുക ഒരു ടെസ്റ്റ് റൈഡ് എടുക്കാനോ കാര്യങ്ങളൊന്നും സാധ്യമായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സിനും കൂടിയും ഞാൻ ഈ വീഡിയോ സ്പോൺസർ ചെയ്യുന്നു. മെയിനായിട്ടും എൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സാണ്. അതുപോലെ തന്നെ പുറത്തുള്ളവരും എൻ്റെ അടുത്ത് കുറേ ചോദിക്കുന്നുണ്ട്. അവർക്കെല്ലാം ഈ വീഡിയോ ഒന്ന് സ്പോൺസറാണ്. ഓക്കെ, നമുക്കിനി മെയിനായിട്ടും വണ്ടിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയിലേക്ക് ഇനി കിടക്കാം. മെയിനായിട്ടും നമുക്ക് എൻജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഹാർലി ഡേവിഡ്സൺ H440 എൻജിൻ വരുന്നത് 4 സ്ട്രോക്ക് 4 വാൽവ് സിംഗിൾ സിലിണ്ടർ കൂൾഡ് DOHC എൻജിനാണ് വരുന്നത്. അതുപോലെ തന്നെ 9250 RPM 24 PS പവർ ഈ സാധനം പുറത്തെടുക്കും. അത്രയും പവറുണ്ട് വണ്ടി. ടോർക്കിന് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു വണ്ടിയും കൂടിയാണ് ഹാർലി ഡേവിഡ്സൺ. പിന്നെ അതുപോലെ തന്നെ മാക്സ് ടോർക്ക് എന്ന് പറയുന്നത് ഏകദേശം 20 Nm ആണ്. 7250 RPM ആ ഒരു റേഞ്ചാണ് മാക്സ് ടോർക്ക് ഈ വണ്ടി പുറത്തെടുക്കുന്നത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ 6 സ്പീഡാണ്. ഞാൻ ആദ്യം 5 സ്പീഡാണെന്ന് വിചാരിച്ചു. പക്ഷേ വണ്ടി 6 സ്പീഡാണ്. ട്രാൻസ്മിഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. പിന്നെ നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷൻ
ടെലിസ്കോപ്പിക് ഫ്രണ്ട് ഫോക്സ് ആണ്. പിന്നെ നമ്മുടെ ബാക്ക് സസ്പെൻഷൻ വരുന്നത് 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ഗ്യാസ് മോണോഷോക്കാണ് റിയർ സസ്പെൻഷൻ വരുന്നത്. കണ്ടോ, ഇത് ഗ്യാസ് ഫിൽഡ് ചേമ്പറാണിത്. അതുപോലെ തന്നെ നമ്മുടെ H440 ഡുവൽ ചാനൽ ABS ആണ്. 2 സൈഡ് പിടിച്ചോട് നിൽക്കും. ഞാൻ വന്ന വഴിക്ക് 2-3 ABS ടെസ്റ്റ് ചെയ്തായിരുന്നു. വണ്ടി അക്രമമാണ്, ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് കീ വരുന്നത്. ഓൺ ചെയ്യുക. കണ്ടോ, ഹാർലി ഡേവിഡ്സൻ്റെ ലോഗോ അടക്കം ഒരു പരസ്യം പോലുള്ള രീതിയിലാണ് വരുന്നത്. കണ്ടോ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടേൺ ബൈ നാവിഗേഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ വരുന്നൊരു മെയിൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസ് അത്യാവശ്യം തട്ടാത്ത രീതിയിലാണ്. ഏകദേശം ഒരു 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. ഓക്കെ, നമുക്കിനി വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് കേൾക്കാം. ഈ വണ്ടിയുടെ ഏറ്റവും മെയിൻ ഇതെന്ന് പറയണത് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. അതൊന്ന് കേൾക്കേണ്ട ഒരു സാധനം കൂടിയാണ്, ഒന്നും പറയാനില്ല. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഏൽപ്പിച്ചു തരാം. വണ്ടി ഓൾറെഡി ഓണിലാണ്. ഇവിടെയാണ് ഇത് വരുന്നത്. കണ്ടോ, സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ഇത് ചെയ്യാം. ഇത് ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയി, USB കണക്ഷനും ഈ ഒരു ഗ്യാപ്പിലായിട്ട് വരുന്നുണ്ട്. നമുക്ക് കണ്ടോ, USB പോർട്ടും ഈ സൈഡിൽ വരുന്നുണ്ട്. പിന്നെ ഈ സൈഡിൽ ചെറിയ ജോയ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെയാണ്. ഇതിനകത്ത് സെറ്റിങ്സിൽ ചെയ്യാനായിട്ടുള്ള ജോയ്സ്റ്റിക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ബാക്ക് ബട്ടൺ, മെനു, ആരോ കീ, നമ്മുടെ ഇൻഡിക്കേറ്റർ, ഹോൺ, 3 പാസ് മോഡ്സും കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഹീറോ മാവറിക് 440-ലുണ്ട്. ദെൻ നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് കഴിയണം വണ്ടി ഒന്ന് സെറ്റ് ആവാനായിട്ട്, ആ ഒരു തമ്പ് കേൾക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വണ്ടിയുടെ ആക്സിലേറ്റർ കൊടുക്കാത്ത ശബ്ദമാണ്. ഞാൻ ആക്സിലേറ്റർ കൊടുത്ത് കാണിച്ചു തരാം. കണ്ടോ, എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ഇപ്പം എങ്ങനെയുണ്ട്? പൊളി ശബ്ദമല്ലേ, ഒന്നും പറയാനില്ല. എനിക്കും ഭയങ്കരമായിട്ട് വണ്ടി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ എന്തെങ്കിലും ഒരു ടൈം കിട്ടുവാണെങ്കിൽ മസ്റ്റായിട്ടും അടുത്തുള്ള നിയറസ്റ്റ് ഒന്നല്ലെങ്കിൽ ഹാർലി ഡേവിഡ്സൺ ഷോറൂമിൽ പോവുക. അവിടെ അല്ലെങ്കിൽ നമ്മുടെ ഹീറോൻ്റെ ഷോറൂമിൽ പോയാലും അവിടെയും ടെസ്റ്റ് റൈഡ്സൊക്കെ അവൈലബിൾ ആയിരിക്കും. ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ഈ വണ്ടി ഒന്ന് റൈഡ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒന്ന് റൈഡ് ചെയ്ത് നോക്കണം. വണ്ടിയുടെ ഒരു ഇതെന്താണ്, ഞാൻ സ്ട്രോങ് റെക്കമെൻഡേഷനാണ്. വണ്ടി എന്തായാലും നിങ്ങളെ വെറുപ്പിക്കില്ല. വണ്ടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ ചേരുന്ന തരത്തിലാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ വൺ ഓഫ് ദ ഡ്രീം അങ്ങനെ ഇന്ന് അച്ചീവ് ചെയ്തു. ഒരു ഹാർലി ഡേവിഡ്സൺ ഓടിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഡ്രീം. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ ഇതിൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹാർലി ഡേവിഡ്സൺ റിവ്യൂ ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് ഇന്നാണ് ഇത് ഒരു ടൈമിൽ നമുക്ക് സെറ്റായി കിട്ടിയത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പുതിയ ടോപ്പിക്സ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്നെ അപ്ഡേറ്റ് ചെയ്യുക, നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്താലും മതി, ഞാൻ എൻ്റെ പ്രൊഫൈൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. ദെൻ ഓക്കെ, താങ്ക് യു.